In this video, we are going to discuss about web server technologies. What is a web server? Web server is a server computer that hosts website. A web server consists of a server computer that runs a server operating system and a web server software installed on it for providing services like www, email, etc. over the internet. So, web server എന്ന് പറഞ്ഞാൽ അതൊരു സെർവർ കമ്പ്യൂട്ടറാണ് ദാറ്റ് ഹോസ്റ്റ് വെബ്സൈറ്റുകളെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെർവർ കമ്പ്യൂട്ടറിനെയാണ് വെബ് സെർവർ എന്ന് പറയുന്നത്. സോ വെബ്സൈറ്റുകളെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു സെർവർ കമ്പ്യൂട്ടറിൽ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും വെബ് സെർവർ സോഫ്റ്റ്വെയറും ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇൻ്റർനെറ്റ് സർവീസസ് ലൈക്ക് ഇമെയിൽ, www, ഫയൽ ട്രാൻസ്ഫർ എക്സെട്ര ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം റൺ ചെയ്യാൻ പറ്റുള്ളൂ. So, a web server is nothing but a server computer. So, അങ്ങനെയുള്ളൊരു സെർവർ കമ്പ്യൂട്ടറിന് അത്യാവശ്യമായ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. സോ ആ ഫീച്ചേഴ്സ് ആണ് എ വെബ് സെർവർ ഈസ് എ പവർഫുൾ കമ്പ്യൂട്ടർ. സോ ഒരു വെബ് സെർവർ ഒരു സാധാ കമ്പ്യൂട്ടർ ആവില്ല. ഇറ്റ് മസ്റ്റ് ബി എ പവർഫുൾ കമ്പ്യൂട്ടർ ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് സ്വിച്ച്ഡ് ഓൺ. കാരണം ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി റെഡി ടു അവൈലബിൾ അറ്റ് എനി ടൈം. സോ അതുകൊണ്ട് തന്നെ സെർവർ കമ്പ്യൂട്ടർ ഓൾവേസ് ബി സ്വിച്ച്ഡ് ഓൺ. തേർഡ് ഫീച്ചർ, ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ ഹൈ ബാൻഡ് വിഡ്ത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ. സോ ഒരു വെബ് സെർവർ മസ്റ്റ് ഓൾവേസ് ബി കണക്റ്റഡ് ടു എ ഹൈ ബാൻഡ് വിഡ്ത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ. എന്നാൽ മാത്രമേ ഫാസ്റ്റായിട്ട് നമുക്ക് നെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർത്ത് ഫീച്ചർ, ഇറ്റ് ക്യാൻ ഹാവ് സിംഗിൾ ഓർ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ്. സിംഗിൾ പ്രോസസ്സർ ആവാം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രോസസ്സർ ആവാം. ആൻഡ് മസ്റ്റ് ഹാവ് ഫാസ്റ്റ് ആക്സസ് റാം വളരെ സ്പീഡിയായിട്ട് ആക്സസ് ചെയ്യാൻ കഴിയണം. ഹൈ പെർഫോമൻസ് ഹാർഡ് ഡിസ്ക് എക്സെട്ര. സോ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സും കൂടി ഉണ്ടെങ്കിലേ വെബ് സെർവർ പവർഫുൾ ആവുള്ളൂ. ഇറ്റ് മസ്റ്റ് ഹാവ് എയ്തർ എ സിംഗിൾ ഓർ എ മൾട്ടിപ്പിൾ പ്രോസസ്സർ, ഫാസ്റ്റ് ആക്സസ് റാം ആൻഡ് ഹൈ പെർഫോമൻസ് ഹാർഡ് ഡിസ്ക്. വെബ് സെർവറിൻ്റെ വേറൊരു പ്രത്യേകത, ഇറ്റ് ഈസ് യൂഷ്വലി ഇൻസ്റ്റാൾഡ് ഇൻ എ ഡാറ്റാ സെൻറ്റർ. സാധാരണ ഒരു വെബ് സെർവർ ഡാറ്റാ സെൻറ്റേഴ്സിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എന്താണ് ഡാറ്റാ സെൻറ്റർ? ഡാറ്റാ സെൻറ്റർ ഈസ് എ ഡെഡിക്കേറ്റഡ് ഫിസിക്കൽ ലൊക്കേഷൻ ഫോർ സ്റ്റോറിംഗ് സെർവേഴ്സ് ആൻഡ് നെറ്റ്വർക്കിംഗ് സിസ്റ്റം. സെർവറുകളെയും നെറ്റ്വർക്കിംഗ് ബാക്കിയുള്ള നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തെയെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിസിക്കൽ ലൊക്കേഷനെയാണ് ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. So in a data center, several servers may be mounted in a special rack that offer good ventilation and easy maintenance. So ആ ഒരു ഫിസിക്കൽ ലൊക്കേഷൻ്റെ പ്രത്യേകത, ആ ഫിസിക്കൽ ലൊക്കേഷൻസിൽ ഒരുപാട് റാക്കുകളിലാണ് ഒരുപാട് സെർവേഴ്സ് റാക്കുകളിലാണ് മൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ സെർവേഴ്സിന് ഗുഡ് വെന്റിലേഷനും അതേപോലെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. Data centers are used for storing, processing and serving large amount of മിഷൻ ക്രിട്ടിക്കൽ ഡാറ്റ ടു ദെയർ ക്ലയൻറ്റ്സ്. സോ ഡാറ്റാ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സെർവറില്ല, ഒന്നിലധികം സെർവേഴ്സ് സ്പെഷ്യൽ റാക്കുകളിൽ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഗെറ്റ് ഗുഡ് വെന്റിലേഷൻ ആൻഡ് ഹാവ് ഈസി മെയിൻ്റെനൻസ്. സോ ഡാറ്റാ സെൻറ്റർ ആർ യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ്, പ്രോസസ്സിംഗ് ആൻഡ് സെർവിങ് ലാർജ് എമൗണ്ട് ഓഫ് ക്രിട്ടിക്കൽ ഡാറ്റ, മിഷൻ ക്രിട്ടിക്കൽ ഡാറ്റ ടു ദെയർ ക്ലയൻറ്റ്സ്. അവരുടെ ക്ലയൻസിന് ഒരുപാട് ഡാറ്റ സ്റ്റോർ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും സെർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഡാറ്റാ സെൻറ്റർ ഒരുക്കി കൊടുക്കും. സോ ദിസ് ഈസ് എ ഫിഗർ ഓഫ് എ ഡാറ്റാ സെൻറ്റർ. ഒരുപാട് റാക്കുകളിൽ സെർവേഴ്സ് മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ഡാറ്റാ സെൻറ്ററിന് എന്തൊക്കെ വേണം? ഇറ്റ് റിക്വയർസ് എക്സ്റ്റെൻസീവ് ബാക്കപ്പ് പവർ സപ്ലൈ സിസ്റ്റം, കൂളിംഗ് സിസ്റ്റം, ഹൈ സ്പീഡ് നെറ്റ്വർക്കിംഗ് കണക്ഷൻ ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റം. ഇതെല്ലാം ഡാറ്റാ സെൻറ്റേഴ്സിന് അത്യാവശ്യമാണ്. കാരണം ഒരുപാട് സെർവേഴ്സിനെ റാക്കുകളിൽ മൗണ്ട് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഇറ്റ് റിക്വയർസ് എക്സ്റ്റെൻസീവ് ബാക്കപ്പ് പവർ സപ്ലൈ സിസ്റ്റം, കൂളിംഗ് സിസ്റ്റം, ഹൈ സ്പീഡ് നെറ്റ്വർക്കിംഗ് കണക്ഷൻ ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റം. ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ലൊക്കേഷനെയാണ് നമ്മൾ ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ പോർട്ട്. +1 നമ്മൾ ഹാർഡ്വെയർ പോർട്ടുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഹാർഡ്വെയർ പോർട്ട് പോലെ തന്നെ ഹാർഡ്വെയർ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറും അതിൻ്റെ എക്സ്റ്റേണൽ പെരിഫറൽ ഡിവൈസസുമായി കണക്ട് ചെയ്യുന്ന ഒരു ഹാർഡ്വെയർ ഡിവൈസിനെയാണ് നമ്മൾ ഹാർഡ്വെയർ പോർട്ട് എന്ന് പറയുന്നത്. എന്നാൽ സോഫ്റ്റ്വെയർ പോർട്ട്
is it is used to connect a client computer to a server to access its services like HTTP, FTP, SMTP, etc. സോഫ്റ്റ്വെയർ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിനെ സെർവറുമായി ബന്ധിപ്പിക്കുന്ന അതിൻ്റെ സെർവറിൻ്റെ സർവീസസ് ലൈക്ക് നമുക്കറിയാം HTTP, FTP, SMTP, അതായത് ഇമെയിൽ നെറ്റ് ആക്സസ് ചെയ്യാൻ, ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ, ഇമെയിൽ അയക്കാൻ, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് ക്ലയൻറ്റും സെർവറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പോർട്ടിനെയാണ് സോഫ്റ്റ്വെയർ പോർട്ട് എന്ന് പറയുന്നത്. So the main purpose of software port is to identify different services like email, file transfer, etc. ഇങ്ങനെയുള്ള സെർവറിലെ സർവീസുകളെ ക്ലയൻസിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഫ്റ്റ്വെയർ പോർട്ട് അവൈലബിൾ ആക്കുന്നത്. So to distinguish the ports, the software ports are given unique numbers. അപ്പോൾ സോഫ്റ്റ്വെയർ പോർട്ടുകളെ ഓരോ സർവീസുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സോഫ്റ്റ്വെയർ പോർട്ടുകൾക്ക് ഒരു 16-bit നമ്പർ, ഒരു പോർട്ട് നമ്പറാണ് അലൗ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു 16-bit നമ്പർ കണ്ടാൽ അറിയാം, ക്ലയൻറ്റ് സിസ്റ്റത്തിന് മനസ്സിലാവും ഏത് തരം സർവീസാണ് സെർവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫയൽ ട്രാൻസ്ഫർ ആണോ, ഇമെയിൽ ആണോ, വെബ് ആക്സസ് ആണോ, ഇങ്ങനെ ഏത് തരം സർവീസാണ് അവൈലബിൾ ആക്കുന്നത്. സോ സോഫ്റ്റ്വെയർ പോർട്ട് ഈസ് എ 16-bit നമ്പർ. അങ്ങനെ ഒരു പോർട്ട് നമ്പറാണ് സോഫ്റ്റ്വെയർ പോർട്ട്സിന് കൊടുക്കുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ പോർട്ട് മീൻസ് ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് എ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ ടു എ സെർവർ ടു ആക്സസ് ഇറ്റ്സ് സർവീസസ് ലൈക്ക് ഇമെയിൽ, ഫയൽ ട്രാൻസ്ഫർ, എക്സെട്ര. സോ എന്തൊക്കെയാണ് സോഫ്റ്റ്വെയർ പോർട്ടിലെ പോർട്ട് നമ്പർ? ഇതൊക്കെയാണ് പോർട്ട് നമ്പർ. സോ ദിസ് ഇസ് 16-bit നമ്പർ, ബൈനറി നമ്പർ. സോ അതിൻ്റെ നമ്പർ ഫോർ എക്സാമ്പിൾ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ FTPയുടെ പോർട്ട് നമ്പറാണ് 20 ആവാം, 21 ആവാം. SSH സെക്യൂർ ഷെൽ, അതിൻ്റെ പോർട്ട് നമ്പർ 22. SMTP പോർട്ട് നമ്പർ 25. DNS സർവീസ്, ഡൊമൈൻ നെയിം സിസ്റ്റം സർവീസ്, പോർട്ട് നമ്പർ 53. HTTP ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, പോർട്ട് നമ്പർ 80. Post Office Protocol. So Post Office Protocol is also a type of email service. അതിൻ്റെ പോർട്ട് നമ്പർ 110. HTTPS ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ, അതിൻ്റെ പോർട്ട് നമ്പർ 443. സോ ഇത് ഓരോ സർവീസസും, ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ സർവീസസും, ഇപ്പോൾ സെർവറിൽ നിന്ന് വരുന്ന ഈ ഓരോ സർവീസസിനും ക്ലയൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ പോർട്ട് നമ്പർ യൂസ് ചെയ്തിട്ടാണ്. സോ ദിസ് പോർട്ട് നമ്പർ ഈസ് എ 16-bit നമ്പർ. DNS സെർവർ. സോ നമ്മൾ +1 DNS എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, ഡൊമൈൻ നെയിം സിസ്റ്റം. സോ ഡൊമൈൻ നെയിം സിസ്റ്റം സെർവർ. A DNS server runs a special purpose networking software that contains a database of domain names and their IP addresses. So DNS സെർവറിൽ ഉള്ളത് ഡൊമൈൻ നെയിംസിൻ്റെ IP അഡ്രസ്സുകളുടെയും ഒരു ഡാറ്റാബേസ് ആണ്. സോ ഡൊമൈൻ നെയിമും IP അഡ്രസ്സും എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് +1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെയിമാണ്. അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള അതിൻ്റെ നമ്പറാണ് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. സോ ഓരോ സിസ്റ്റത്തിൻ്റെ ഡൊമൈൻ നെയിമും അതിൻ്റെ IP അഡ്രസ്സും കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സെർവേഴ്സിനെയാണ് DNS സെർവർ എന്ന് പറയുന്നത്. സോ ഡൊമൈൻ നെയിം സിസ്റ്റം runs on a DNS server and returns the IP address of a domain name requested by the client computer. ഒരു ക്ലയൻറ്റ് കമ്പ്യൂട്ടർ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് DNS സെർവറിൽ നിന്നാണ് ഡൊമൈൻ നെയിം സിസ്റ്റം അതിൻ്റെ IP അഡ്രസ് റിട്ടേൺ ചെയ്തിട്ട് ക്ലയൻറ്റിന് കൊടുക്കുന്നത്. സോ DNS സെർവർ is a special purpose networking software that contains a database of domain names and their IP address. സോ ക്ലയൻറ്റ്സ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡൊമൈൻ നെയിം സിസ്റ്റം DNS സെർവറിൽ നിന്നാണ് അതിൻ്റെ IP അഡ്രസ്സിന് തിരിച്ച് ക്ലയൻറ്റിന് റിട്ടേൺ ചെയ്യുന്നത്. സോ ഇറ്റ് കണ്ടെയ്ൻസ് എ DNS സെർവർ കണ്ടെയ്ൻസ് എ ഡാറ്റാബേസ് ഓഫ് ഡൊമൈൻ നെയിംസ് ആൻഡ് ദെയർ IP അഡ്രസ്സസ്.